ഹലോ, എൻ്റെ വീട്ടിൽ കുറച്ച് പ്ലാന്റ്സ് ഞാനിങ്ങനെ ചെറിയ പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലമായതിനാൽ ഈ ചെടിയുടെ അടുത്തേക്ക് പോകുന്നത് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അവധിയായതിനാൽ ഞാനിങ്ങനെ ചെടിയുടെ അടുത്തേക്ക് പോയപ്പോൾ കണ്ടത് ഭയങ്കര സങ്കടത്തോടെയുള്ള ഒരു കാഴ്ചയാണ്. കാരണം ചെടിയുടെ പോട്ടിൽ മണ്ണില്ല, വളർച്ച ഇങ്ങനെ വലിയ പോട്ടിലാക്കി വെക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ ചെടി ഇങ്ങനെ കിടക്കുന്നത്. കണ്ടില്ലേ, പോട്ടിനകത്ത് ഒരു അല്പം പോലും മണ്ണില്ല. ചെടിച്ചട്ടിയുടെ വെള്ളം വാർന്നു പോകുന്നത് അത് നമ്മൾ വയ്ക്കുന്ന ആ പ്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം അഴുക്ക് പിടിച്ച് അങ്ങനെ കിടക്കുവാണ്. അത് മാത്രമല്ല, ചെടിച്ചട്ടിയും അതുപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് പൊടിയൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. കാരണം നമ്മുടെ സിറ്റൗട്ടിലാണല്ലോ ഇതെല്ലാം വച്ചേക്കുന്നത്. അപ്പോൾ ഈ ചെടിയുടെ പോട്ട് നല്ല വൃത്തിയാക്കി വെക്കണം. കാരണം എപ്പോഴും എല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് ഈ ഫ്രണ്ട് വശത്തെ ചെടികളാണ്. അപ്പോൾ അതെല്ലാം അഴുക്ക് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ട്, നാണക്കേടുണ്ട്. അത് മാത്രമല്ല, അതിനൊരു ഭംഗിയില്ല, അതിനൊരു വൃത്തികേടാണ്. അപ്പോൾ ആ ചെടിയെല്ലാം ഇങ്ങനെ പോട്ട് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ ചെടിയുടെ ലീഫ് ഇങ്ങനെ ഫ്രണ്ട് വശത്തായതുകൊണ്ടും പുറത്തായതുകൊണ്ടും പൊടിയടിക്കാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് ലീഫിൽ. അപ്പോൾ അത് തുടച്ച് അതിനെ വൃത്തിയാക്കി വെക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു കളർ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ ചെടിയുടെ ആരോഗ്യം അതിന് ലഭിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ആവശ്യമില്ലാതെ കിടക്കുന്ന ബാക്കി വള്ളി പോലെ വളർന്ന് കിടക്കുന്നതെല്ലാം നമുക്ക് ആ പോട്ടിൽ തന്നെ ചുറ്റി വയ്ക്കുകയാണെങ്കിൽ ആ പോട്ട് നല്ല ചെടി ബുഷിയായിട്ട് ആ പോട്ടിൽ വെക്കാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ലീഫെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗിയാണ്, അതിനൊരു സന്തോഷം കിട്ടും. അത് മാത്രമല്ല, ഇതുപോലെ ഈ ചെടിയുടെ മൂട്ടിൽ മണ്ണ് ഇങ്ങനെ കട്ട പിടിച്ചാണ് ഇരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി അതിന് വെള്ളമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ആ ചെടി വളരാനായിട്ട് ഒരു സന്തോഷം ഉണ്ടാവും, പെട്ടെന്ന് വളരുകയും അങ്ങനെ ചെയ്യും. മണ്ണില്ലാത്ത പോട്ടിലൊക്കെ നമുക്ക് കുറച്ച് മണ്ണിട്ട് അതിനെ വേര് വളർന്നു വരുന്നതിനായിട്ട് നമുക്കതിനുള്ള സജ്ജീകരണമൊക്കെ നമ്മൾ ചെടികൾക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഈ ചെടിയെല്ലാം ഞാൻ എല്ലാം ശരിയാക്കി വെച്ചു. ആ ചെടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെ തന്നെ എനിക്കും സന്തോഷം, ചെടികൾക്കും സന്തോഷം, കാണുന്ന എല്ലാവർക്കും അതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഇത് ചെറിയ പോട്ടിലാണ് ഞാനിതെല്ലാം വെച്ചേക്കുന്നത്. ഈ ചെടികൾ കിട്ടുന്നത് എനിക്ക് ആരെങ്കിലുമൊക്കെ ചെടികൾ തരാറുണ്ട്. അതുപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുന്ന ചെടികൾ ആരോട് ചോദിച്ചാലും നമുക്കതൊരു കുഞ്ഞു തൈ തരും. ആ കുഞ്ഞു തൈയാണ് ഇതുപോലെയുള്ള പോട്ടുകളിൽ വെച്ച് നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ മനോഹരമാക്കി വയ്ക്കാനായിട്ട് സാധിച്ചത്. ഓക്കേ.